നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ 2ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേര് പ്രിൻറ്റ് റീഡിംഗ് ആൻഡ് ഓൺലൈൻ റീഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് പ്രിൻറ്റ് റീഡിംഗ് എന്ന് നോക്കാം. പ്രിൻറ്റ് റീഡിംഗ് ഈസ് ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് റീഡിംഗ് ടെക്സ്റ്റ്. അപ്പോൾ എന്താണ് പ്രിൻറ്റ് റീഡിംഗ്? അപ്പോൾ പ്രിൻറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് പരമ്പരാഗത രീതിയിലുള്ള വായനയാണ്. Where readers rely on physical copies of books, magazines, journals or newspapers. അതായത് വായനക്കാരിവിടെ ആശ്രയിക്കുന്നത് അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങളും മാഗസീൻസും ജേർണൽസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെയാണ്. ഓക്കെ, അടുത്തത് ലൈബ്രറീസ് ബോത്ത് പബ്ലിക് ആൻഡ് സ്കൂൾ ബേസ്ഡ് ആർ കോമൺ സ്പേസസ് ഡെഡിക്കേറ്റഡ് ടു പ്രിൻറ്റ് റീഡിംഗ്. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് റീഡിങ്ങിന് വേണ്ടി വായനക്കാർ ആശ്രയിക്കുന്നത് ലൈബ്രറീസിനാണ്. ഓക്കെ, അടുത്തത് ഓൺലൈൻ റീഡിംഗ് ആണ്. എന്താണ് ഓൺലൈൻ റീഡിംഗ് എന്ന് നോക്കാം. ഓൺലൈൻ ഓർ ഡിജിറ്റൽ റീഡിംഗ് റെഫേഴ്സ് ടു കൺസ്യൂമിംഗ് റിട്ടൺ കണ്ടൻറ്റ് അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ്. അതായത് ഓൺലൈൻ റീഡിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടൺ കണ്ടൻറ്റ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി വായിച്ചെടുക്കുന്നതാണ് ഓൺലൈൻ റീഡിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് ദ അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി, അതായത് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളിലൂടെ റീഡിംഗ് ഹാസ് ഇവോൾവ് ഫ്രം ഫിസിക്കൽ പേജസ് ടു ഡിജിറ്റൽ സ്ക്രീൻസ്. റീഡിംഗ് ഹാസ് ഇവോൾവ് ഫ്രം ഫിസിക്കൽ പേജസ് ടു ഡിജിറ്റൽ സ്ക്രീൻസ്. അതായത് വായന ഫിസിക്കൽ പേജസിൽ നിന്ന്, പേപ്പറിൽ നിന്ന് എങ്ങോട്ട് മാറി? ഡിജിറ്റൽ സ്ക്രീൻസിലോട്ട് മാറി. എനേബിളിംഗ് റീഡേഴ്സ് ടു ആക്സസ് വാസ്റ്റ് എമൗണ്ട്സ് ഓഫ് കണ്ടൻറ്റ് അക്രോസ് ഡിവൈസസ് ലൈക്ക് സ്മാർട്ട് ഫോൺസ്, ടാബ്ലെറ്റ്സ്, ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡെഡിക്കേറ്റഡ് റീഡേഴ്സ് ലൈക്ക് ദ ആമസോൺ കിൻഡിൽ. വായനക്കാർക്ക് ലാപ്ടോപ്പ് വഴിയും സ്മാർട്ട് ഫോൺസ്, ടാബ്ലെറ്റ്സ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഇവയിലൂടെയും ആമസോൺ കിൻഡിൽ എന്ന റീഡേഴ്സിലൂടെയും ഓൺലൈനായിട്ട് വായിക്കാൻ സാധിക്കുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻറ്റ് റീഡിങ്ങും ഓൺലൈൻ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രിൻറ്റ് റീഡിങ്ങിൻ്റെ ആദ്യത്തെ പ്രത്യേകത ടാക്ടൈൽ എക്സ്പീരിയൻസ് ആണ്. പ്രിൻറ്റ് റീഡിംഗ് ഇൻവോൾവ്സ് ഹോൾഡിംഗ് എ ഫിസിക്കൽ ബുക്ക് ഓർ മാഗസിൻ. അതായത് ഇവിടെ ടാക്ടൈൽ എന്ന് പറയുന്നത് സ്പർശിക്കുക അല്ലെങ്കിൽ തൊടുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതായത് പ്രിൻറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമുക്ക് ഒരു ഫിസിക്കൽ ബുക്ക് നമുക്കൊരു ബുക്ക് തൊട്ട് വായിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ കയ്യിലെടുത്ത് വെച്ച് വായിക്കാൻ സാധിക്കുന്നു. അതിനെയാണ് ടാക്ടൈൽ എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെനി റീഡേഴ്സ് ഫൈൻഡ് ദ ടാക്ടൈൽ സെൻസേഷൻ ഓഫ് ടേണിംഗ് പേജസ് മോർ സാറ്റിസ്ഫൈങ് ആൻഡ് ഇമ്മേഴ്സീവ്. അതായത് ഒരുപാട് റീഡേഴ്സിന് എന്താണ് ഫൈൻ ടാക്ടൈൽ സെൻസേഷൻ, ബുക്ക് മറിച്ച് വായിക്കുമ്പോൾ, ബുക്കിൻ്റെ പേജസ് മറിച്ച് വായിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? ഒരു ടാക്ടൈൽ സെൻസേഷൻ ഫീൽ ചെയ്യുന്നു. രണ്ടാമത്തെ സവിശേഷത ഐ കംഫർട്ടാണ്. അതായത് നമ്മൾ ഒരു പ്രിൻറ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, കണ്ണ് കുറച്ചുകൂടി കംഫർട്ടായിരിക്കും. ഇനി പ്രിൻറ്റ് റീഡിങ്ങിൻ്റെ മൂന്നാമത്തെ സവിശേഷതയായിട്ട് ഇവിടെ പറയുന്നത് ഫോക്കസ്ഡ് റീഡിംഗ് ആണ്. നമ്മൾ ഒരു വസ്തു വായിക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ ഫോക്കസോടുകൂടി അത് വായിച്ചു തീർക്കാൻ കഴിയുന്നു. അടുത്ത സവിശേഷതയായിട്ട് ഇവിടെ പറയുന്നത് നൊസ്റ്റാൾജിയ ആൻഡ് ഇമോഷണൽ കണക്ഷൻ. അതായത് ഒരുപാട് റീഡേഴ്സിന് ഇതുപോലെ പ്രിൻറ്റ് റീഡിംഗ് നടത്തുമ്പോൾ, പ്രിൻറ്റ് ബുക്സ് വായിക്കുന്ന സമയത്ത് എന്ത് ഫീൽ ചെയ്യുന്നു? ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യുന്നു. അതുപോലെ ഒരു ഇമോഷണൽ കണക്ഷനും കിട്ടുന്നു. അടുത്തത് ഓൺലൈൻ റീഡിങ്ങിൻ്റെ പ്രത്യേകതകളാണ്. ഒന്നാമത്തേത് കൺവീനിയൻസ്. എന്താണ് കൺവീനിയൻസ്? നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എവിടെ വെച്ച് വേണോ വായിക്കാം, അല്ലേ? ഓൺലൈൻ കണ്ടൻറ്റ് നമുക്ക് എവിടെ വെച്ചായാലും വായിക്കാം. ഇൻ്ററാക്ടിവിറ്റി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ സവിശേഷതയായ ഇൻ്ററാക്ടിവിറ്റിയാണ്. വിത്ത് ഹൈപ്പർ ലിങ്ക്സ്, മൾട്ടിമീഡിയ കണ്ടൻറ്റ് ആൻഡ് മൾട്ടിമീഡിയ അനോട്ടേഷൻസ്, ഓൺലൈൻ റീഡിംഗ് ക്യാൻ ബി ഇൻ്ററാക്റ്റീവ്, എൻഹാൻസിങ് കോംപ്രഹെൻഷൻ ത്രൂ ആഡഡ് കണ്ടൻറ്റ് സച്ച് ആസ് വീഡിയോസ്, ഓഡിയോ ആൻഡ് വിഷ്വൽ എയ്ഡ്സ്. നമ്മൾ ഓൺലൈൻ വഴി വായിക്കുന്ന സമയത്ത് ഹൈപ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന വിഷയങ്ങളിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാൻ സാധിക്കുന്നു. അടുത്ത ഓൺലൈൻ റീഡിങ്ങിൻ്റെ മൂന്നാമത്തെ സവിശേഷത സെർച്ച് ഫങ്ഷൻസ് ആണ്. എന്താണ് സെർച്ച് ഫങ്ഷൻസ് എന്ന് നോക്കാം. ഓൺലൈൻ റീഡിംഗ് അലൗസ് ഫോർ ഈസി സെർച്ചിങ് ഫോർ സ്പെസിഫിക് വേർഡ്സ്, ഫ്രേസസ് ഓർ ടോപ്പിക്സ്, മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് ഇൻഫർമേഷൻ ക്വിക്ക്ലി. സെർച്ച് ഫങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു വാക്കോ ഫ്രേസോ ടോപ്പിക്സോ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് വിവരങ്ങൾ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. അടുത്ത നാലാമത്തേത് ഡിജിറ്റൽ ടൂൾസ് ഫോർ ലേണിംഗ് ആണ്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ ടൂൾസ് ഫോർ ലേണിംഗ് എന്ന് നോക്കാം. മെനി ഓൺലൈൻ റിസോഴ്സസ് ഓഫർ ടൂൾസ് സച്ച് ആസ് ഡിക്ഷണറീസ്, തിസോറസ് ആൻഡ് അനോട്ടേഷൻസ് ദാറ്റ് എൻഹാൻസ് കോംപ്രഹെൻഷൻ ആൻഡ് റീഡിംഗ് സ്കിൽസ്. ഓൺലൈൻ വഴി വായിക്കുന്ന സമയത്ത് പല സോഴ്സുകളും നമ്മുടെ വായന എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഡിക്ഷണറിയും തിസോറസും അനോട്ടേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഓൺലൈൻ റീഡിംഗ്. ഓൺലൈൻ റീഡിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. ഒന്നാമത്തേത് സെർച്ച് ഫങ്ഷൻസ്. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയുണ്ട്? ഓൺലൈനിലുണ്ട്.
രണ്ടാമത്തേത് സ്കിമ്മിങ് ആൻഡ് നാവിഗേഷൻ. എന്താണ് സ്കിമ്മിങ് ആൻഡ് നാവിഗേഷൻ? നമുക്ക് ആവശ്യമുള്ളത് ഓൺലൈൻ വഴി വായിക്കുന്ന സമയത്ത് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് അല്ലാത്തത് സ്കിം ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ. നാവിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള പേജിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഫീച്ചറാണ്. മൂന്നാമത്തെ ഫീച്ചർ എന്താണ്? ഇൻസ്റ്റൻറ്റ് ആക്സസ്. ലോകത്ത് എവിടെയിരുന്നും എന്തിനെക്കുറിച്ചും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഡിവൈസസ് ഫോർ ഓൺലൈൻ റീഡിംഗ്. ഓൺലൈൻ റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഡിവൈസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. മൊബൈൽ ഫോൺസ്, നമുക്ക് എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ് ആൻഡ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ടാബ്ലറ്റ്സ്, ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഓൺലൈൻ റീഡിങ്ങിന് ഉദാഹരണമാണ്. ഇവയെ കൂടാതെ ഒന്നും കൂടെയുണ്ട്, അതാണ് ആമസോൺ കിൻഡിൽ. എന്താണ് ആമസോൺ കിൻഡിൽ? അതൊരു ബുക്കാണ്, ഇലക്ട്രോണിക് ബുക്കാണ്. എന്താണ് അതിൻ്റെ ഹൈലൈറ്റ്സ്? അത് ഓഫർ എന്താണ്? പേപ്പർ ലൈക്ക് ഡിസ്പ്ലേ. ഒരു പേപ്പർ ലൈക്ക് ഡിസ്പ്ലേ ആണ്. നമ്മുടെ കണ്ണിൻ്റെ കുറയ്ക്കുന്നു? സ്ട്രെയിൻ കുറയ്ക്കുന്നു. ഇത് ഒരു ലൈബ്രറി ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിക് ലൈബ്രറി ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ്. ഓൺലൈൻ റീഡിംഗ് ഓഫൺ ഇൻവോൾവ്സ് ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ്. ഓൺലൈൻ റീഡിങ്ങിൽ ഉൾപ്പെടുന്നതാണ് ഹൈപ്പർ ലിങ്ക്സും ഹൈപ്പർ ടെക്സ്റ്റും. വിച്ച് സിഗ്നിഫിക്കൻ്റ്ലി എൻഹാൻസ് നാവിഗേഷൻ. നമ്മളെ ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയം, അതുമായി ബന്ധപ്പെട്ട അടുത്ത പേജിലേക്ക് കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നു. A hyperlink is a clickable text or button that directs readers to other pages or documents. അപ്പോൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ഒരു ക്ലിക്കബിൾ ടെക്സ്റ്റ്, നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ്. അത് ഡയറക്ട്സ് റീഡേഴ്സ് ടു അതർ പേജസ് ഓർ ഡോക്യുമെൻറ്റ്സ്. അതായത് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വായനക്കാരെ ഒരു പേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് അടുത്തതിലേക്ക് കൊണ്ടുപോകുന്നു. While hypertext refers to a document that contains these embedded links. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഹൈപ്പർ ലിങ്കുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഹൈപ്പർ ലിങ്ക്സും ഹൈപ്പർ ടെക്സ്റ്റും ഓൺലൈൻ റീഡിങ്ങിന് വളരെയധികം ഉപയോഗപ്രദമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈൻ റിസോഴ്സസ് ഫോർ റീഡിംഗ്. റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത തരം ഓൺലൈൻ റിസോഴ്സുകളാണ്. അതിലൊന്നാമത്തേത് പോയട്രി ഫൗണ്ടേഷൻ. എന്താണ് പോയട്രി ഫൗണ്ടേഷൻ? പോയട്രി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എ ഫ്രീ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഒരു ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഓഫറിങ് എ വൈഡ് റേഞ്ച് ഓഫ് മോഡേൺ ആൻഡ് കണ്ടംപററി പോയട്രി. അതായത് ഒത്തിരി വ്യത്യസ്ത തരത്തിലുള്ള മോഡേണും കണ്ടംപററിയുമായിട്ടുള്ള പോയട്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയാണ് പോയട്രി ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത്തേത് JSTOR. എന്താണ് JSTOR? എ ഡിജിറ്റൽ ലൈബ്രറി, ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ്. ഫോക്കസിങ് ഓൺ, എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? അക്കാഡമിക് റിസോഴ്സസ് ഇൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ്. അതായത് സോഷ്യൽ സയൻസിലും ഹ്യൂമാനിറ്റീസിലും ബേസ് ചെയ്തിട്ടുള്ള അക്കാഡമിക് റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ് JSTOR. ഇനി റീഡിങ്ങിനായിട്ട് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന മറ്റ് ഓൺലൈൻ റിസോഴ്സസ് ആണ് ക്ലാസിക് ലിറ്ററേച്ചർ, bartleby.com, പ്രോജക്റ്റ് ഗുട്ടൻബർഗ്, poets.org. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്